ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ബെൽക്കിന്റെ 75 വാട്ട്സിന്റെ കാർ ചാർജർ ആണിത്. നമുക്ക് സി പോർട്ടുള്ള ലാപ്ടോപ്പ്, മാക്ബുക്ക്, മൊബൈൽ, അതുപോലെ തന്നെ ടാബ്ലറ്റ് എല്ലാം നമുക്ക് ഈ ഒരു അഡാപ്റ്ററിനകത്ത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മോഡൽ നമ്പർ വന്നിട്ട് CC001 FQBK എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നോക്കാം. ഇതിനകത്ത് ഏകദേശം 75 സെന്റിമീറ്റർ കേബിൾ ലെങ്ത് വരെ കിട്ടുന്ന ഒരു റെട്രാക്റ്റബിൾ കേബിൾ വരുന്നുണ്ട്. നമുക്കത് ഉപയോഗിച്ചതിന് ശേഷം തിരികെ അഡാപ്റ്ററിലേക്ക് വെക്കാവുന്നതാണ്. അതാണ് റെട്രാക്റ്റബിൾ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു സി പോർട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 30 വോട്ട്സ് വരെ ഔട്ട് കിട്ടുന്നതാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു USB പോർട്ടിനകത്ത് 12 വോട്ട്സ് നമുക്ക് ഔട്ട് കിട്ടും. ഇതിലെ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് 75 വോട്ട്സ് എന്ന് പറയുന്നത്. റെട്രാക്റ്റബിൾ കേബിൾ മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 60 വോട്ട്സ് ഔട്ട് കിട്ടും. നമുക്കപ്പം ഇതിനകത്ത് മാക്ബുക്ക്, അതുപോലെ തന്നെ സി പോർട്ടുള്ള ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് റെട്രാക്റ്റബിൾ കേബിൾ വഴി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. റെട്രാക്റ്റബിൾ കേബിളും സി പോർട്ടോട് ഉപയോഗിക്കുന്ന സമയത്ത് റെട്രാക്റ്റബിൾ കേബിളിനകത്ത് 45 വോട്ട്സും അതുപോലെ തന്നെ സി പോർട്ടിനകത്ത് 30 വോട്ട്സുമാണ് ഔട്ട് കിട്ടുന്നത്. അപ്പം മാക്സിമം 75 കിട്ടുന്നുണ്ട്. അതാണ് ഇവർ 75 വോട്ട്സ് ടോട്ടൽ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് 3 പോർട്ടും ഒരേ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ റെട്രാക്റ്റബിൾ കേബിളിനകത്ത് 45 വോട്ട്സും സി പോർട്ടിനകത്തും USB പോർട്ടിനകത്തും 12 വോട്ട്സ് വെച്ച് നമുക്ക് ഔട്ട് കിട്ടുന്നതാണ്. 27 മിനിറ്റ് കൊണ്ട് ഏകദേശം 50% നമുക്ക് ഡിവൈസ് ചാർജ് ചെയ്യുന്നതാണ്. സ്പീഡ് ചാർജിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ചാർജിങ് ആയ PD, അതുപോലെ തന്നെ PPS ടെക്നോളജി ഇതിനകത്ത് വരുന്നുണ്ട്. PPS ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിന് ആവശ്യമായിട്ടുള്ള പവർ ഇത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സാംസങ് 25 അൾട്ര, അതുപോലെ തന്നെ 17 സീരീസ്, സാംസങ്ങിനകത്ത് 45 വോട്ട്സും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആപ്പിളിന്റെ 17 സീരീസിന് 40 വോട്ട്സ് വരെ സപ്പോർട്ടാണ്. അപ്പോൾ റെട്രാക്റ്റബിൾ കേബിൾ വഴി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 60 വോട്ട്സ് റെട്രാക്റ്റബിൾ കിട്ടുന്നുണ്ടെങ്കിലും 45ലേക്കും 40ലേക്കും ഇത് കൺവേർട്ട് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് PPS ടെക്നോളജി കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ബെൽക്കിന്റെ സ്മാർട്ട് പ്രൊട്ടക്ട് ടെക്നോളജി ഇതിനകത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് എന്നിവ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ചാർജറിലെയും അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന ഈ ഡിവൈസിലെയും ടെമ്പറേച്ചർ ഇതിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആകുന്ന സമയത്തേക്ക് ഇതിനകത്ത് ഒന്നെങ്കിൽ ചാർജിന്റെ സ്പീഡ് ഇത് കുറയ്ക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ചാർജിങ് അവിടെ കട്ട് ചെയ്യുന്നു. ആ ഒരു ടെക്നോളജി നമ്മുടെ ഈ ഒരു ബെൽക്കിന്റെ ഈ കാർ ചാർജറിൽ അവൈലബിൾ ആണ്. 2 വർഷമാണ് ഇതിന്റെ വാറണ്ടി വരുന്നത്. ഈ 2 വർഷത്തോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ ഈ ഒരു കാർ ചാർജറിനോടെ കണക്ട് വാറണ്ടിയും പ്രൊവൈഡ് ആണ്. ഏകദേശം $2500 വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർ ചാർജറിനകത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കാർ ചാർജറും കത്തി നമ്മുടെ ഡിവൈസ് എന്തെങ്കിലും അടിച്ചു പോകണമെങ്കിലോ കത്തിപ്പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് ബെൽക്കിൻ്റെ നിന്ന് ഏകദേശം 2.25 ലക്ഷം രൂപ വരെയുള്ള ഡിവൈസിന്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഓപ്ഷനോടെ ഇതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട്. സി പോർട്ടുള്ള ലാപ്ടോപ്പ് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ മാക്ബുക്ക് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് ചാർജിങ് വേണ്ട ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെൽക്കിന്റെ ഈ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്ന ഈ ഒരു കാർ ചാർജർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.